അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലൂടെ ഓരോ ദിവസവും പുതിയ ഒരു അറിവ് പഠിക്കാം എന്ന വിഷയത്തിലാണ് നമ്മുടെ ഈ ചാനലിൽ ഓരോ ദിവസവും ഓരോ അറിവ് വന്നുകൊണ്ടിരിക്കുന്നത്. 20ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. വളരെ വ്യക്തമായ പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, സാധാരണ നാം കേൾക്കാറില്ലാത്ത പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അല്പസമയം ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നതാണ്. ആദ്യമായി നമുക്കൊരു ഹദീസ് പറയാം, എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസ്. عن ابن عباس رضي الله عنهما قال حسبنا الله ونعم الوكيل. മാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് പറഞ്ഞതിന് ശേഷം ഖാലഹ ഇബ്രാഹിമു അലൈഹിസ്സലാം, ഇബ്രാഹിമു സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന ഉൽഖിയ ഫിന്നാർ. മാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട സമയത്ത്, ശത്രുക്കൾ തീയിലിട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകമാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. വഖാലഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ പദം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈനക്കാലു, ജനങ്ങൾ പറഞ്ഞപ്പോൾ, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്താ ജനങ്ങൾ വന്നിട്ട് പ്രവാചകരോടും സഹാബാക്കളോടും പറയുന്നത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾക്കെതിരിൽ ജനങ്ങൾ സംഘടിച്ചിരിക്കുന്നു. വഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുക. എല്ലാവരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഫസാദഹും ഈമാനാ, ഇത് കേട്ടപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു, അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ ഹദീസിൽ പ്രധാനമായി പറയുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്റിന്റെ മഹത്വമാണ്. കിതാബുകളിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കത്തിച്ച് കരിച്ചു കളയുന്നതിന് വേണ്ടി വലിയ വിറകിന്റെ കൂട്ടമുണ്ടാക്കിയിട്ട് അതിന് തീ കൊടുത്ത് കത്തിച്ചു, പിന്നീട് ആ തീയിന്റെ അരികിലേക്ക് എത്താൻ പറ്റാതെ ശത്രുക്കൾ പ്രയാസപ്പെട്ടപ്പോൾ മിഞ്ചനീഖ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ കവണ അതിമ വെച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് വിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആകാശവും ഭൂമികളും അട്ടഹസിച്ചു. അതിലുള്ള മലക്കുകളും അട്ടഹസിച്ചു. ജിന്നും ഇൻസുമല്ലാത്ത മുഴുവൻ സൃഷ്ടികളും അട്ടഹസിക്കുകയാണ്. റബ്ബനാ ഇബ്രാഹിം, ഞങ്ങളുടെ റബ്ബേ ഇബ്രാഹിം അലൈഹിസ്സലാം, ലൈസ ഫീ അർദിക അഹദുൻ യഅബ്ദുക ഗൈറുഹു, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരാളും ഭൂമിയിലില്ല ഇബ്രാഹിം നബി അല്ലാതെ. അതുകൊണ്ട് ഫബിക ഫഗ്ദൻ ലനാ ഫീ നുസ്റതിഹി,
ആ ഇബ്രാഹിം നബിയെ സഹായിക്കാൻ ഞങ്ങൾക്ക് നീ സമ്മതം നൽകി എന്നിപ്പോ ചോദിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ശബ്ദമുണ്ടാക്കുന്നത്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദസ്തആന ബിശൈഇൻ മിൻകും, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തുവിനോട് ഇബ്രാഹിം നബി സഹായം ചോദിച്ചാൽ, ഔ ദഅാഹു, അല്ലെങ്കിൽ വിളിച്ചാൽ, ഫൽയൻസുറുഹു, സഹായിക്കുക, ഫഖദ് അദിൻതു ലഹു ഫി ദാലിക, അങ്ങനെ നിങ്ങളെ സഹായം തേടുന്നതിന് അദ്ദേഹത്തിന് ഞാൻ സമ്മതം കൊടുത്തിരിക്കുന്നു. അദ്ദേഹം വിളിച്ചാൽ നിങ്ങളെ സഹായിച്ചുകൊള്ളൂ. എന്നെയല്ലാതെ വേറെ ഒന്നിനെയും ഇബ്രാഹിം നബി വിളിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അറിയാം, ഞാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വലിയ. അങ്ങനെ തീയിലേക്ക് ഇബ്രാഹിം നബിയെ ഇടാൻ ഉദ്ദേശിച്ചപ്പോൾ വെള്ളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് വായുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, ഇതാറത്ത, നിങ്ങൾ ഉദ്ദേശിച്ചാൽ വെള്ളം കൊണ്ട് ഈ തീയനെ ഞാൻ കെടുത്തിക്കളയാം, ഞാൻ വെള്ളം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ ഹജത ലീ ഫീക, എനിക്ക് അതിന്റെ ആവശ്യം ഇല്ല, നിങ്ങൾ പോയിക്കൊള്ളുക. അപ്പോൾ കാറ്റുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ലൗശിത, നിങ്ങൾ ഉദ്ദേശിച്ചാൽ നല്ല ശക്തിയായ ഒരു കാറ്റുകൊണ്ട് ഈ തീയിനെ ഇവിടെ നിന്ന് പറപ്പിച്ചു കളയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ല, എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ പോയിക്കോളൂ. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് തല ഉയർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി പറയുകയാണ്, അന്തൽ വാഹിദു ഫിസ്സമാ, നീയാണ് ആകാശത്തിലുള്ള ഏകനായ എന്റെ റബ്ബ്. വഅനൽ വാഹിദു ഫിൽ അർദ്, ഞാനാണ് ഭൂമിയിൽ നിനക്ക് ആരാധിക്കുന്ന ഏകനായ നിന്റെ അടിമ. ലൈസ അഹദുൻ യഅ്ബുദുക ഗൈരി, ഞാനല്ലാതെ ഭൂമിയിൽ നിനക്ക് ഇപ്പോൾ ആരും ആരാധിക്കുന്നില്ല. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് എന്റെ അല്ലാഹു മതി, അവനാണ് എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ. ഇത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽനാ യാ നാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേലിൽ തണുപ്പും, എന്നാൽ ശക്തിയായ തണുപ്പല്ലാതെ സലാമത്തായ പ്രയാസമുണ്ടാക്കാത്ത നല്ല പാകമുള്ള തണുപ്പായി മാറാൻ തീയനോട് അല്ലാഹു തആല കൽപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പൊ അള്ളാഹുവിൽ കാര്യങ്ങൾ മുഴുവനും അർപ്പിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ വ്യക്തമായ സഹായം ലഭിച്ചതാണ് ഈ ഹദീസിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. വിജയികളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.